ഇതൊരു കൊച്ചുകൊണ്ടാ, ആ കൊച്ചിനെ വെച്ചിട്ട് ക്രൂസായിട്ട് പോകുന്നത്. അല്ലാതെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്തു ഇങ്ങോട്ട് ചെന്നൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ആരും വരണ്ട. ചെന്നൈ സെൻട്രലോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് 12 മണി കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ ഒന്നും കാണും. സെക്കൻഡ് അത് തന്നെ. ഇതേതാടാ? ജാഗൂർ. ഓ ജാഗൂർ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈ ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതായത് ചെന്നൈ നൈറ്റ് ലൈഫ്. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ഏകദേശം എത്ര മണി സമയം 12 മണി ആയിട്ടുണ്ട്. നമുക്കിനി 12 മണി കഴിഞ്ഞ് ഇവിടെ ഏതൊക്കെ നല്ല സ്പോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുണ്ട്, നമുക്ക് നല്ല ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ചെന്നൈ നൈറ്റ് ലൈഫിനെ പറ്റി നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒരു ലൈക്ക് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് നേരെ ചെന്നൈയിലോട്ട് ടൗണിലോട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോകാൻ പോവാണ് ചെന്നൈ നൈറ്റ് ലൈഫ്. ചെന്നൈ ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് വരാം. നമ്മുടെ മിസ്റ്റർ കിങ് ഫുഡ് സ്ട്രീറ്റൊക്കെ ഇപ്പോഴും കറക്റ്റ് പടൂര് ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മിസ്റ്റർ കിങ് ഫുഡ് സ്ട്രീറ്റ് ഏകദേശം ശനി ഞായറുമൊക്കെ അവിടെ ഒരു 3 മണി വരെ 4 മണി വരെയൊക്കെ എല്ലാം ഓപ്പൺ ആയിരിക്കും. നല്ല നൈസ് സ്പോട്ടാണ്. നമ്മുടെ മലയാളി കടകളൊക്കെ ഉണ്ട്. മലയാളി ഫുഡ്, കേരള ഫുഡ് കിട്ടുന്ന നല്ല കിട്ടിയ കടകളൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ നേരെ വണ്ടല്ലൂരോട്ടാണ് പോകുന്നത്. വണ്ടല്ലൂർ കേലമ്പക്ക റോഡാണ്. അവിടെ ഒരു 20 കിലോമീറ്റർ കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്. അവിടുന്ന് തന്നെ അവിടുന്ന് വണ്ടല്ലൂർ പോയിട്ടാണ് നമ്മൾ തിരിച്ച് താമ്പരം വഴി നേരെ ചെന്നൈയിലോട്ട്. ഇതാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണിത്. ടാറ്റക്കാരുടെ അപ്പാർട്ട്മെൻ്റ് അത്. ടാറ്റ വാല്യുബിൾ ഹോംസ്. ലൈറ്റ് അടിച്ച ഒരാളെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സേഫ്റ്റി. ഇതാണ് சரி, ஓகே, பை. ആണ് ഇവിടെ മറ്റേ 360 ഡിഗ്രി ഷോ ഒക്കെ ഉള്ളത്. ഇവിടെ 360 ഡിഗ്രി ഷോ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വലിയൊരു അപ്പാർട്ട്മെന്റും ഇവിടെ എന്തൊക്കെയോ ഫംഗ്ഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ 360 ഡിഗ്രി ഷോയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മറ്റില്ല നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ നേരത്തെ 360 ഡിഗ്രിയിലെ എന്തോ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതെന്തോ, ഇത് ആരുടെയാണ് ഈ പ്രതിമ? വെള്ളമൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ ഉണ്ടോ എന്തോ. ഇവിടെ എന്തൊരു സംഭവമാടാ. എടാ മറ്റേ ഒരു വലിയൊരു റൗണ്ട് കണക്കത്തുള്ളൊരു ഗോളം കണക്കൊരു ഇതിവിടെ പണി വെച്ചേക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ കയറി കഴിഞ്ഞുണ്ടല്ലേ, എന്തുവാ, നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ചെല്ലുന്ന കഴിപ്പോവും. ഇപ്പോഴൊന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചെന്നൈ ലാർജസ്റ്റ് സിംഗിൾ ഓട്ടോയ്ക്ക് നമുക്കാണ് എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. அண்ணா இங்கே முன்னாடி 360 டிகிரி ஷோயெல்லாம் இருந்தது இல்லை? ஓ அங்கேயா? ஓ அதான் ஜேசிபி வச்சு தோண்டிட்டு இருக்கீங்களா? அப்படியா? இதென்ன இது? மாடல் ஹவுஸ். ஓகே, சரி, ஓகேண்ணா. എന്നോ വീഡിയോയിൽ കണ്ടതാടാ ഞാനത്. ഈ ഇതെന്തൂടെ ഇത്? ഇതെന്തോടെ ഇങ്ങനെ കുഴിച്ചിട്ടേക്കുന്നേ? ഓ എടാ, ഇത് മറ്റേ എന്തിനറിയാമോ, മറ്റേ അപ്പാർട്ട്മെൻറ്റ് പണിയുമ്പോഴേ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഇല്ലേ, മറ്റേ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി അതിനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. തോണ്ടി എടുക്കും രാത്രി. ഏതോ ഒരുത്തൻ്റെ രാജാവല്ല ആണോടാ ഇത്.
ആർക്കറിയാം. അങ്ങനെ നമ്മൾ വണ്ടല്ലൂർ ജംഗ്ഷനിൽ എത്താറായി. അവിടെ കാണുന്ന ജംഗ്ഷനാണ് വണ്ടല്ലൂർ ജംഗ്ഷൻ. അതിന് തൊട്ട് ഈ സൈഡിൽ തന്നെയാണ് വണ്ടല്ലൂർ സൂ. അതായത് ഈ റോഡ് സൈഡിൽ തന്നെ വണ്ടല്ലൂർ സൂ ഈ സൈഡിലായിട്ട് വരും. ഇവിടെ ചിലപ്പോൾ പോലീസ് ചെക്കിങ് ആണ്. പോലീസ് അവിടെ നിൽപ്പുണ്ട്. എടാ ഫോട്ടോ എടുത്തോ, ഫോട്ടോ. പോലീസ് സൊമാറ്റോക്കാരൊക്കെ പിടിച്ചിരുന്നുണ്ടല്ലേ. സ്വർഗത്തിലെ മുത്തശ്ശന്മാർക്ക് എല്ലാവരും പിടിക്കുന്നുണ്ടല്ലോ. എടുത്തോടെ വയ്ക്കി. നമ്മളിവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബംഗളൂരു, ആ ഹൈവേ ആണത്. അതുവഴി പോയി കഴിഞ്ഞാൽ നേരെ ബംഗളൂരു, കൊൽക്കത്ത, പട്ടാഭിറാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ നേരെ ചെന്നൈയിലോട്ട് പോവാം. പാറപ്പൊടി കൊണ്ടുവന്ന വണ്ടിയാ. അതിന് സൈഡിൽ നിന്ന് വീണുകൊണ്ടിരിക്കും. അതിനകത്ത് അവന്മാര് ഒരു ടാർപ്പ് ഒരു സാധനമില്ല, ഒന്നുമില്ല അതിനകത്ത്. ലോറിയിൽ നിന്ന് സാധനം താഴെ വിടുന്നു. ചെന്നൈയിലുള്ളവർക്ക് നൈറ്റ് സുഖമായിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സുഖമായിട്ട് നൈറ്റ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഇത്. നമ്മുടെ വണ്ടല്ലൂർ റോഡിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന റോഡ്. വണ്ടല്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന റോഡ്. ഇപ്പോൾ ഏകദേശം 13 കിലോമീറ്റർ അതിൻ്റെ ഉള്ളൂ തേനിക്ക്. നൈറ്റ് നല്ല കിട്ടില്ല റോഡാണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ബ്രിക്സ് ആണ്. എന്ത് ഷീറ്റോ? അണ്ണാ ഇത് എന്നാ ചാതനോ? അവിടെ ഇതാ ഞാൻ പറഞ്ഞു, ഇത് മറ്റേ ടർബോ സീവ ഇല്ലേ, അതിനകത്ത് ഈ റൗണ്ട് ഉണ്ടോ? ആ ഈ റൗണ്ട് തന്നെ. ആ ആന ആന കേരളത്തിൽ കൊണ്ടുപോകാനാണോ? എന്തിനു വണ്ടിയാടാ ഇത്? പക്ഷെ ഈ ഒരു റൂട്ടേടാ ഫുള്ള് എന്തു പറയുന്നത്, നമുക്കങ്ങനെ ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടൊന്നുമില്ല. ഈ ഒരു സൈഡ്. അതാണ് എന്തുടാ ബസ് സ്റ്റാൻഡ്. സെൻട്രൽ ട്രാഫിക് പോലീസ്. ആർച്ചൊക്കെ ഉണ്ട്. സംഭവം എന്തെന്ന് അറിയാനില്ല.
നല്ലൊരു സ്ഥലം കിട്ടിയത് ഇല്ലടാ. ഇല്ലടാ ഏയ്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് വന്നോ? വട്ടം വെച്ചേക്കുന്ന പോലീസ് നമുക്ക് പോവാം. എല്ലാം പൂസാ, കൊച്ചിനെ വെച്ചുകൊണ്ടാണ് പൂസായിട്ട്. അതൊരു കൊച്ചുണ്ടറാ, ആ കൊച്ചിനെ വെച്ചിട്ടാ പൂസായിട്ട് പോകുന്നത്. ഇത് ഹോസ്പിറ്റലാന്ന് തോന്നുന്നല്ലേ? എന്തുടാ ഇത്, സിനിമ തിയേറ്ററോ? ഓടാ ഒരു KL ഉണ്ട്, ടാറ്റയുടെ ഇത് ഹാരിയർ സഫാരി. സെൻട്രൽ വന്നു മോനെ. ഇവിടുന്നേ ആ സെൻട്രൽ ഇതില്ലേ, അങ്ങനത്താണേ. ആ ഇത് ഈ ചെന്നൈ കോർപ്പറേഷൻ്റെ ചെന്നൈ കോർപ്പറേഷൻ. പിന്നെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എന്ത് തിരക്കാൻ നോക്കടാ. എല്ലാവരും അവിടെ ചായ വയ്ക്കുന്ന അവിടെ. അതിൻ്റെ സെൻട്രലിൻ്റെ എയർപോർട്ടാണ്. എടുത്തോ. പാരിസ് കോർണർ പോയാലോ? ഇതേ നമ്മൾ നേരെ അങ്ങോട്ട് അതുവഴി അങ്ങ് പോയാൽ എന്നിട്ട് തിരിച്ച് മെറീനെ വെച്ചിട്ട് ഇതുവഴി പോയിട്ട് വരാം. എന്താ പറയുന്നത്? എന്തായാലും എൻ്റെ അടുത്ത് പോലീസാണ്, അത് വേറെ കാര്യം. രാവിലെ ആകുമ്പോൾ ഈ കടകളില്ലേ, ഇത് ഫുള്ള് മൊബൈൽ കടകളും ഹോൾസെയിൽ കടകളും മാത്രമാണ്. രാവിലെ ഒരു 10 മണി തൊട്ട് ആ സമയത്ത് പറഞ്ഞു, 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 10 മണി വരെ എല്ലാം ഹോൾസെയിൽ കടയാണ്. മറ്റേ ഇതൊക്കെ ഇല്ലടാ, ഏതാ എൻ്റെ പേര്, മറ്റേ ഫോണിൻ്റെ ആക്സസറീസ് ഒക്കെ ഇല്ലേ, അത് ഫുള്ള് വിലയ്ക്ക് കിട്ടും ഇവിടെ. ആ ചേപ്പക് സ്റ്റേഡിയം, എൻ്റെ ചേപ്പക് സ്റ്റേഡിയം, എൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്റ്റേഡിയമാടാ. ചെന്നൈ ഇതാണ് ഗൈസ് ഗേറ്റ് 8.
അവിടെ ഇവിടുത്തെ ബിൽഡിങ് കാണാൻ നല്ല രസോടാ. നോക്ക് അതിൻ്റെയൊക്കെ രസം നോക്കി, രസമല്ല സംഭവം. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഒരു ഓപ്ഷൻ പറ. എനിക്ക് റൂട്ടൊക്കെ അറിയാം, ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചതാ. ഞാൻ ഇൻഡിക്കേറ്റ് ഇട്ടുണ്ട്. ലെഫ്റ്റ് ഉള്ള മോനെ, നമ്മൾ റൈറ്റ് ആണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും സെൻട്രലിലോട്ട് പോകത്തേ ഉള്ളൂ. സീനാണോ? ബാക്കിലോട്ട് പോയി നിൽക്കാം. മറീന ബീച്ച്. ഏത് വണ്ടിയുടെ അത്? ടൂവണ്ടിയുടെ ക്രെറ്റ ഇല്ലേ? ഒരു ചായക്കട കണ്ടിട്ടുണ്ട്. എടാ ഈ കുഞ്ഞൻ വണ്ടിയൊക്കെ എം ജിയുടെ. ചായ കുടിച്ചിട്ട് ബാക്കി റൈഡ്. റെഡി? എടുത്തോളോ, ചീയേഴ്സ്. രാത്രി മരം വെട്ടൽ. ഓ, മരം മുറിഞ്ഞു വീണയാണോ? വെട്ടി കളയുവാണോ കേട്ടോ? അല്ല, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ്. ആ, വേറെ ഒന്നുമില്ല, നൈറ്റ് ലൈഫ്. കാലി സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ചെന്നൈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലടാ എന്തു പറയുന്നേ, രാവിലെ ഇതുവഴി ഫുള്ള് തിരക്കായിരിക്കും, ബ്ലോക്കും കാര്യങ്ങളും. പക്ഷെ രാത്രി വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഇല്ലെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അത് കിട്ടുന്നാലോ, എന്തായാലും ഇതുവഴി വന്നതാ. അതെങ്കിലും ഒന്നും കണ്ടിട്ട് വരാം. എന്തായാലും നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ആഹാ, ജാഗൂർ പ്രീയോണ്ട് കാറാടാ, ലക്ഷറി കാർ. സെക്കൻഡ് അത് തന്നെ. ഇതേതാടാ? ഓ, ജാഗൂറും മിനി കൂപ്പറും മാത്രമേ ഉള്ളൂടാ. ബാക്കിലൊരു BM ഉണ്ട്, ബാക്കിലൊരു BM ഉണ്ട്. പോരാ. യെസ്, അത് തന്നെ. അപ്പം ഞാൻ വേറെ കാര്യം ഉണ്ടോ, ഇതിനെക്കാട്ടി എത്രയോ പേര് നമ്മുടെ അവിടുത്തെ കേലമ്പൊക്കെ എന്നുവെച്ചാൽ ഈ സെൻട്രൽ എന്ന് പറയുമ്പോൾ, ഈ ചെന്നൈ സെൻട്രൽ എന്ന് പറയുമ്പം അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ഇഷ്ടംപോലെ പേര് വരുന്നതാണ്. ആ സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവരും ഇഷ്ടംപോലെ പേരുണ്ട്. അവിടെ ആ സമയത്ത് നമ്മൾ ചെന്നൈ സെൻട്രലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല കാണാൻ.
ആകെപ്പാടെ തിരക്കൊഴിഞ്ഞ് ചെന്നൈ കാണാം. അല്ലാതെ ചെന്നൈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വെറും ബോറ്. പിന്നെ വോൾവോ കാണാം, കുറേ കാറുകൾ കാണാം. അല്ലാതെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്തു ഇങ്ങോട്ട് ചെന്നൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ആരും വരണ്ട. ചെന്നൈ സെൻട്രലിലോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് 12 മണി കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ ഒന്നും കാണാൻ. ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ സ്പോട്ടുകളും പക്ഷെ ഉണ്ടടാ. മറ്റേ അണ്ണാനഗറും ടി നഗറും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഒരു പ്രോപ്പർ ഒരു സ്ഥലമല്ലേ. അപ്പോൾ ആ സ്ഥലത്ത് ചെന്നൈ സെൻട്രൽ എന്തെങ്കിലും കാണണ്ടേ? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റാണ്. കാരണം നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്ന വഴിയും വരുന്ന വഴിയും ഒന്നുമില്ല. നമ്മളല്ലെങ്കിൽ ഉള്ളിലോട്ട് ഇതിനൊക്കെ തപ്പി പോകേണ്ടി വരും. അല്ലാതെ ചെന്നൈയിലോട്ട് പോകുന്ന വഴിയും ചെന്നൈയിൽ നിന്ന് നമ്മൾ അതാണ് മെയിൻ റോഡിലൊന്നുമില്ല ഒരു സാധനം. ഇതോ എല്ലാം വീഡിയോയിൽ കണ്ടു കാണും, എല്ലാം ബ്ലാങ്കാ. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇത്രയും ഇത് കൊണ്ടുപോവുക. അതിനകത്ത് ഒരു ടാർപ്പ് ഇടാവിട്ട് എന്തെങ്കിലും മൂടി വെക്കാൻ ബാക്കിൽ വരുന്നവർക്ക് ഒന്നും ബാധിക്കുന്നുള്ള ഒരു വിചാരം പോലും ഇല്ലാത്ത ടീംസാണ്. ഇതിനകത്ത് കുറച്ച് ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ മെട്രോയുടെ പണി നടക്കുക. അത് പണി ചെയ്തിപ്പോൾ 2030 ആവും തീരുമെന്നൊക്കെ പറയുന്നു. എന്തൊന്നും കറക്റ്റ് അറിയത്തില്ല. പലരും പലതാ 2028 തീരും, 2030 തീരും എന്നൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയും. അല്ല, നിങ്ങൾ റോഡ് തന്നെ നോക്ക്, ഫുള്ള് ബ്ലാങ്ക്. രാവിലെ വരുമ്പോൾ തിരക്കുള്ള റോഡ്, നൈറ്റ് വരുമ്പം തിരക്കില്ല, ഒന്നുമില്ല. ആ ഒരു അനുഭൂതി മാത്രമുണ്ട്, അല്ലാതെ ഒരു ഇതുമില്ല ഇവിടെ. ഇതിനൊക്കെയുള്ള കുറെ പോത്തിനെ കാണാം, അല്ലാതെ ഒരു ഇതുമില്ല. ചെന്നൈ കഴിഞ്ഞ് കറക്റ്റ് ഇതോ ഷോളിയിലൂടെ ഇവിടെ തൊട്ട് നല്ല കിടിലൻ സ്പോട്ടുകളാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ചെന്നൈ സെൻട്രൽ അല്ലാതെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചാലഞ്ചറോ ഇതൊരു ഡോഡ്ജിന്റെ ചാത്തനോ ഇവിടെ മറ്റേതാടാ പജേറയാന്ന് പറഞ്ഞത്. ചെന്നൈയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയുള്ള നവലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നല്ല ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇഷ്ടംപോലെ സ്പോട്ട് ഉണ്ട്. ആ സൈഡിലൊക്കെ ജ്യൂസ് പാലസ് എന്ന് പറഞ്ഞ ആ സൈഡിലൊക്കെ കടകളെല്ലാം ഓപ്പണാണ്. നവലൂർ എന്ന് പറയുന്ന സൈഡ് കർണാടകക്കാരാ. നമ്മൾ അർജുനെ കൊന്ന നാറികളാകുമാര് ഒന്ന് ആലോചിക്കടാ. അതിപ്പോ ഒന്നും അല്ല, കാരണം മറ്റേ വയനാടത്തെ കാര്യം വന്നപ്പം അതെല്ലാരും അങ്ങ് മറന്നു.
ഇനിയും വയനാട്ടിലത്തെ കാര്യം മറക്കാൻ വേണ്ടി വേറെ കണ്ടോ, ഇപ്പൊ മറ്റേ ഹേമ കേസില്ലേ, മറ്റേ സിനിമയുടെ, അതൊന്നും പിന്നെ അതെല്ലാവരും അങ്ങ് മറക്കും. ഇപ്പൊ ഇനിയിപ്പോ ഫുള്ള് മെറീനമാള്, ഇനിയിപ്പോ ഫുള്ള് വാർത്തയിലും എല്ലാത്തിനകത്തും മറ്റേ കാര്യമായിരിക്കും. നടന്മാരങ്ങനെ ഇവിടുത്തെ കിട്ടിയില്ല ഒരു അപ്പാർട്ട്മെന്റ് ഹിരാനന്ദിനി. നോക്കടാ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ചെന്നൈ സെൻട്രലിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന് നിങ്ങളുടെ കാര്യം. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല. സത്യം പറഞ്ഞത് ദൈവത്തെ ഓർത്ത് അവിടെ ജോലിക്ക് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെന്നൈ സെൻട്രലിൽ നൈറ്റ് ലൈഫ് കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട ഒരാവശ്യമില്ല. അവിടെ ഒന്നുമില്ല. വെറുതെ പോയി പൈസ കളയണ്ട, വണ്ടിയിൽ എണ്ണയും കളയണ്ട. അതിന് പകരം കേലംപക്കം ഉണ്ട്, പിന്നെ അണ്ണാനഗർ, ടി നഗർ. അവിടുത്തെ ടി നഗറിലെ അണ്ണാനഗറിലെയൊക്കെ കാര്യം നൈറ്റ് എനിക്ക് തോന്നുന്നു 12 മണിക്ക് ശേഷം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ എന്താ ചായ ആൻഡ് ഈറ്റ്സ് എന്ന് പറയുന്ന കട. പിന്നെ ഇവിടെ അടുപ്പിച്ച് കടയിൽ പറഞ്ഞാൽ ഇവിടെ മൊത്തം അപ്പാർട്ട്മെന്റ് ആയി സൈഡിയുണ്ട്. പിന്നെ എന്നാലും ഇവിടെ മറ്റേ കരുപ്പട്ടി കാപ്പി കടകളൊക്കെ ഉണ്ട്. പിന്നെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രലിൽ ഒന്നുമില്ല. ഒന്നും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 1:30 ആ സമയമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആ സ്പോട്ട് ഇതൊക്കെ അടച്ചാണ്. ഇവിടെ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും. അവിടെ 12 മണിയാകുമ്പോഴേ എല്ലാം അടച്ചു കൂട്ടി എല്ലാം എണ്ണം പോകും. എന്നാൽ അത്രത്തോളം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണോ അങ്ങനെയുള്ള ഒരു മൈൻഡും ഇല്ല, ഒന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു ചായ ട്രക്ക്. ഇത് 2 കടയും വൈബ് സ്ഥലമാണ്. ഈ ഈറ്റ് ആൻഡ് ഡ്രിങ്കും നാസ് എന്ന് പറയുന്നത് ഈ കടയും, ഇത് മലയാളികളുടെ കടയും, അത് തമിഴന്മാരുടെ കടയാണ്. പക്ഷെ രണ്ടും കൂടെ 2 വൈബ് സ്ഥലം ഉണ്ടോ. എത്ര ആൾക്കാരാണ് ഇവിടെ. പക്ഷെ നമുക്ക് മൂണ്ടിലായിട്ടാണ് പിടിച്ചത്. കാരണം നമ്മുടെ അണ്ണന്മാരൊക്കെ ഇവിടെ, നമ്മളെ സ്വന്തം. നമ്മൾ തിരിച്ച് വീണ്ടും വന്നിരിക്കുന്നു മൂണ്ടിലേക്ക്. ചെന്നൈ വരെ പോയിട്ട് തെറ്റി. കറക്റ്റ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുക. അങ്ങനെ ചെന്നൈ കാണാൻ പോയിട്ട് തിരിച്ച് റൂമിൽ വന്ന് സത്യം പറയാമല്ല, ചെന്നൈ നൈറ്റ് ലൈഫ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭയങ്കര മോശമാണ്. കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. ഈ നൈറ്റ് ഈ 3 മണിക്കായാലും 4 മണിക്കായാലും ചായ കുടിക്കാൻ പോയി പറ്റിയ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ ചെന്നൈയിൽ ആ സെൻട്രലിലോട്ട് പോയി കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്ന് നമ്മൾ തിരിച്ച് കേലംപക്കത്തോട്ട് വരുന്ന വഴി ഫുള്ള് ഒന്നുമില്ല. നമുക്ക് കാണാൻ വേണ്ടിയിട്ടും അല്ല, അത് കണക്ക് തന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയൊരു സ്ഥലം പോലും ഇല്ല. ബാംഗ്ലൂർ എക്സ്പെക്ട് ചെയ്ത് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അത് തന്നെ വെറുതെ. എൻ്റെ ദൈവമേ, പലരും എക്സ്പെക്ട് ചെയ്തിങ്ങോട്ട് വരും. പക്ഷേ ഇവിടെ ചെന്നൈക്ക് ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, വേറെ കുറച്ച് സ്ഥലങ്ങൾ, കോളേജുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള നമ്മുടെ ഈ കോളേജൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഇവിടെ ഇത്രയും ബേക്കറിയൊക്കെ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ, എന്ന് വെച്ചാൽ പിള്ളേർ തെറ്റും പിന്നെ കുറച്ച് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കായിരിക്കും. പക്ഷേ ചെന്നൈ സെൻട്രൽ അതുപോലല്ല. അവിടെ എന്തും പറ്റിയെന്ന് എനിക്കറിയത്തില്ല, അവിടെ മുന്നേ എങ്ങനെയായിരുന്നു ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും അവിടെ ഒന്നുമില്ല, നമുക്ക് കാണാനായിട്ടാണെങ്കിലും ഒന്നുമില്ല. പിന്നെ ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, റോഡ് നല്ല ബ്ലോക്കായിരിക്കും. പക്ഷേ ആ ബ്ലോക്കൊന്നും ഈ നൈറ്റ് പോയി കഴിഞ്ഞാൽ ഇല്ലെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടോ ഒന്നുമില്ല. ആകെപ്പാടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അവിടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ മുന്നേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 12 മണിയാകുമ്പോൾ അതെല്ലാം അടയ്ക്കും. അപ്പോൾ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ചെന്നൈ സെൻട്രലിൽ പോകേണ്ട ഒരാവശ്യമില്ല. ആരും അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട. അവിടെ കാണാനായിട്ടും ഒന്നുമില്ല, അവിടെ ഒന്നും കഴിക്കാനും കിട്ടത്തില്ല. 12 മണി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നൈറ്റ് എന്ന് പറഞ്ഞാൽ 12 മണി വരെ അല്ലല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് നേരം വെളുക്കുന്നവരെയും ഇരുട്ടാണല്ലോ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അപ്പം ദയനീയമായിട്ട് പറയുകയാണ്, ചെന്നൈ സെൻട്രലിൽ വെറും മോശമാണ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ചെന്നൈ കണ്ടിട്ട് തിരിച്ച് റൂമിൽ വന്ന് നല്ല ടയേർഡാണ്, കിടന്നുറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സി യു. വേറൊരു വീഡിയോയിൽ കാണാം. പിന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടാ. ടാറ്റാ, ബൈ ബൈ.